തൃശൂർ പാലിയക്കരയിലെ ടോൾ വിലക്ക് തുടരും. ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിലെ മുരിങ്ങൂരിൽ മണ്ണിടിഞ്ഞതിനെ തുടർന്നാണ് വിലക്ക് നീക്കാനുള്ള ഉത്തരവ് ഹൈക്കോടതി ഇന്ന് പുറപ്പെടുവിക്കാതിരുന്നത്. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ താൽക്കാലിക നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. റിപ്പോർട്ട് ലഭിച്ച ശേഷം വ്യാഴാഴ്ച വിഷയം വീണ്ടും പരിഗണിക്കാമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. കർശന ഉപാധികളോടെ പാലിയക്കരയിലെ ടോൾ വിലക്ക് നീക്കാമെന്നായിരുന്നു ഹൈക്കോടതി നിലപാട്. എന്നാൽ ഇന്നലെ മുരിങ്ങൂർ ഭാഗത്ത് മണ്ണിടിഞ്ഞിരുന്നു. ഇവിടുത്തെ പ്രശ്നങ്ങൾ താൽക്കാലികമായി മാത്രമേ പരിഹരിച്ചിട്ടുള്ളൂ എന്ന് തൃശൂർ ജില്ലാ കളക്ടർ ഹൈക്കോടതിയെ അറിയിച്ചു. ഇതിന് പിന്നാലെയാണ് ടോൾ വിലക്ക് നീക്കാനുള്ള ഉത്തരവ് ഇന്ന് പുറപ്പെടുവിക്കുന്നില്ലെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അറിയിച്ചത്. പ്രശ്നം പരിഹരിച്ച ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകാനും ദേശീയപാത അതോറിറ്റിയോട് കോടതി നിർദ്ദേശിച്ചു. ഇന്ത്യൻ റോഡ് കോൺഗ്രസ് പറഞ്ഞ സുരക്ഷാ മാനദണ്ഡങ്ങൾ വെച്ചിട്ട് വേണം ഈ VUPകളുടെ പണി നടത്താൻ. അതൊന്നുമില്ല. കുറച്ച് ബംഗാളികളെ വെച്ചിട്ട് ഇവർ ശാസ്ത്രീയമല്ലാതെയാണ് പണി നടത്തുന്നത്. ഇവർ തട്ടിക്കൂട്ട് പണി നടത്തി എങ്ങനെയെങ്കിലും ടോൾ പിരിക്കാം എന്നുള്ള ശ്രമമാണ്. അതാണ് കോടതി തടയിട്ടത്. 47 ദിവസമായി പാലിയക്കരയിൽ ടോൾ പിരിവ് നിലച്ചിട്ട് എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു എന്നായിരുന്നു ദേശീയപാത അതോറിറ്റിയുടെ വാദം. എന്നാൽ മുരിങ്ങൂരിലെ മണ്ണിടിച്ചിൽ പ്രതിസന്ധിയായി. പുതിയ ടോൾ നിരക്ക് പ്രഖ്യാപിച്ചിട്ടും പിരിച്ചു തുടങ്ങാനാകാത്തത് ദേശീയപാത അതോറിറ്റിക്ക് കനത്ത തിരിച്ചടിയാണ്. വിഷ്ണു സുരേഷ്, 24, കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.